ഒരുപക്ഷെ മലയാള സിനിമയിൽ തൻ്റെ മരണം ഏറ്റവും കൂടുതൽ തവണ കേൾക്കാൻ നിർഭാഗ്യമോ ഭാഗ്യമോ കിട്ടിയ ഒരു നടനായിരുന്നു സലീം കുമാർ. സലീം കുമാർ മരിച്ചു എന്ന് സോഷ്യൽ മീഡിയയിലും മറ്റിടങ്ങളിലും അതിവേഗം പ്രചരിക്കുമായിരുന്നു. സലീം കുമാർ ഇതൊക്കെ ചിരിച്ചു തള്ളുമായിരുന്നെങ്കിലും ഇടയ്ക്കിടെ ആളുകൾക്കൊരു തമാശയായിരുന്നു സലീം കുമാർ മരിച്ചു എന്ന് പരസ്യപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ എപ്പോഴും ഞാൻ മരിച്ചിട്ടില്ല, ജീവനോടെ പറവൂറിലെ വീട്ടിലുണ്ട്, ലാഫിംഗ് വില്ലയിൽ ചിരിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥ ഈ നടന് പലപ്പോഴും ഉണ്ടായി എന്നുള്ളതാണ്. എന്നാൽ ആ അഭിപ്രായങ്ങളൊക്കെ യാഥാർത്ഥ്യമായി സലീം കുമാർ വിടവാങ്ങി. ഇപ്പോൾ പൊതുദർശനം ഉണ്ടാകുന്ന പറവൂർ ടൗൺ ഹാളിൽ നിന്ന് പ്രജിൻ സി കണ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. പ്രജിൻ, ശരിക്കും സലീമിൻ്റെ പരിപാടികളൊക്കെ നടന്ന ടൗൺ ഹാളായിരിക്കും അത്. ചേതനയേറ്റ ശരീരം അവിടേക്ക് കൊണ്ടുവരുമ്പോൾ 1000 ഓർമ്മകൾ അവിടുത്തെ ജനങ്ങൾക്കുണ്ടാകും. തീർച്ചയായിട്ടും എസ് കെ, ഞാനിപ്പോൾ ഉള്ളത് വടക്കൻ പറവൂരിലെ ഇവിടുത്തെ മുനിസിപ്പൽ ടൗൺ ഹാളിലാണ്. ശ്രീ ബാലകൃഷ്ണപിള്ള മെമ്മോറിയൽ മുനിസിപ്പൽ ടൗൺ ഹാളിലാണ്. ഇവിടെയാണ് സലീം കുമാറിൻ്റെ പൊതുദർശനം നടക്കുക. 9 മണിയോടുകൂടി മൃതദേഹം ആശുപത്രിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അതിനുള്ള ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം കൂടുതൽ ആളുകൾ ഇവിടത്തേക്ക് എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ വിയോഗ വാർത്ത നാടറിഞ്ഞത്, കേരളം അറിഞ്ഞത് ഇന്നലെ വളരെ വൈകിയാണ്. 10:43 മരണം സംഭവിച്ചെങ്കിലും ഒരു 11 അരയോടുകൂടിയാണ് ഈ മരണ വാർത്ത ലോകം അറിയുന്നത്. അതിന് പിന്നാലെ ആശുപത്രിയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരുപാട് പേരെ കണ്ടു. ഇപ്പോൾ പറവൂരിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു യഥാർത്ഥത്തിൽ ഈ നാട്ടുകാരൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ പറവൂരിൻ്റെ പേര് മറ്റിടങ്ങളിലേക്ക് എത്തിച്ചു എന്ന നിലയിൽ നാട്ടിലെല്ലാം ആ രീതിയിൽ ഓർത്തെടുക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. മാത്രമല്ല ഏറ്റവും സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഇടപെടുന്ന ഒരു നാട്ടുകാരനെയാണ് ഇവിടുത്തുകാർക്ക് നഷ്ടമായിരിക്കുന്നത്. ഒപ്പം തന്നെ ദേശീയ ശ്രദ്ധയാകർഷിച്ച 2 പുരസ്കാരങ്ങൾ, ഒന്ന് ദേശീയ പുരസ്കാരം, മറ്റൊന്ന് സംസ്ഥാന പുരസ്കാരം, ഈ 2 പുരസ്കാരങ്ങൾ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന ഒരാളെന്ന നിലയിൽ ആ രീതിയിലൊക്കെ തന്നെ ഓർമ്മിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് നഷ്ടമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിയോഗം അത് അപ്രതീക്ഷിതം എന്ന് തന്നെയാണ് നാട്ടുകാരെല്ലാം ഇവിടെ അന്വേഷിച്ചപ്പോഴൊക്കെ പറയുന്നത്. ഇങ്ങനെ പെട്ടെന്നൊരു വിയോഗം പ്രതീക്ഷിച്ചിരുന്നില്ല. അത് സ്വീകരിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇവിടുത്തെ ഓരോരുത്തരും നമ്മളോട് പറഞ്ഞത്. എസ് കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സിനിമകൾ എടുക്കുക കഴിഞ്ഞാൽ ആദ്യ സിനിമ തൊട്ട് പിന്നീട് ഇങ്ങോട്ട് വന്ന ഓരോ സിനിമകളിലും തൻ്റെ വ്യക്തിമുദ്ര കൃത്യമായി പതിപ്പിച്ച ഒരു കലാകാരനെയാണ് നഷ്ടമായിരിക്കുന്നത് മലയാള സിനിമയ്ക്ക്. ഒപ്പം തന്നെ സാംസ്കാരിക രംഗത്തും സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടുമൊക്കെ ഏറെ ശ്രദ്ധ നേടിയ ഒരു വ്യക്തിത്വമാണ് ഇപ്പോൾ കാലയവനിക്കുള്ളിൽ മറഞ്ഞ് പോയിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ നടക്കുക വീട്ടുകളപ്പിലാണെങ്കിലും അതിനു മുൻപ് പൊതുദർശനം ഏതാണ്ട് ഉച്ചയ്ക്ക് 1 മണിവരെ നടക്കുന്ന പൊതുദർശനം ഈ ഹാളിലാണ് ക്രമീകരിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ഇവിടെ പൂർത്തിയായി വരികയാണ്. ഒപ്പം തന്നെ ഇവിടുത്തെ പൗരപ്രമുഖരും എല്ലാം തന്നെ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട സലീം കുമാറിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി. എത്ര ആളുകൾ ഇവിടേക്ക് എത്തുമെന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയൊന്നുമില്ല. കാരണം സലീം ആ രീതിയിൽ സ്വീകാര്യനാണ്. എല്ലാ മേഖലകളിലും തൻ്റെ കൃത്യമായ നിലപാടുകൾ കൊണ്ടും തൻ്റെ സാന്നിധ്യം കൊണ്ടുമൊക്കെ ഏറെ ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വമാണ് സലീം കുമാർ. ആ പേരിൽ പോലും നമുക്കത് കാണാം. സലീം എന്ന് പറയുന്ന ആ പേര് അത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അറിഞ്ഞിട്ട പേരാണെന്ന് പറയുന്നു. ഒരു ജാതിയുടെയും മതത്തിൻ്റെയും ഒരു വാലുണ്ടാൻ പാടില്ല എന്ന രീതിയിൽ അദ്ദേഹത്തിന് നൽകിയൊരു പേരാണ്. പിന്നീട് സ്കൂളിൽ എത്തിയപ്പോഴാണ് ഒരു കുമാർ എന്നുകൂടി ഇരിക്കട്ടെ എന്നൊരു അധ്യാപിക നിർബന്ധിച്ചതുകൊണ്ട് അങ്ങനെ ഒരു പേര് കൂടി ചേർത്തത്. അങ്ങനെ സലീം കുമാറായി മാറുകയായിരുന്നു പറവുകാരുടെ പ്രിയപ്പെട്ട സലീമേട്ടൻ. ആ രീതിയിലൊക്കെ നാട്ടുകാർ അങ്ങനെ ഓർത്തെടുക്കുന്നുണ്ട് സലീം കുമാറിനെ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് എങ്ങനെയാണ് സലീം എന്ന നടനെ, അദ്ദേഹം ഒരു ഹാസ്യ നടൻ എന്ന രീതിയിൽ മാത്രം ഒതുക്കപ്പെടേണ്ട ഒരാളല്ല എന്നാണ് ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ നടൻ ലാൽ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ കഴിവുകൾ മലയാള സിനിമ ഇതിനോടകം അടയാളപ്പെടുത്തിയിട്ടുണ്ടോ, ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നത് സംശയമാണ് എന്നുകൂടി പലരും പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഈ 2 പുരസ്കാരങ്ങൾ മാത്രമല്ല, ചുതറങ്ങാത്ത വീട് എന്ന സിനിമയും അതോടൊപ്പം തന്നെ ആദാമിൻ്റെ മകൻ അബു എന്ന ഈ 2 സിനിമകളും മാത്രമല്ല, മറ്റ് ചെറിയ വേഷങ്ങൾ ചെയ്ത ഹാസ്യമാണെങ്കിൽ പോലും ആ ചെയ്ത വേഷങ്ങളെല്ലാം തന്നെ തൻ്റെതായ വ്യക്തിമുദ്ര കൊണ്ട്, തൻ്റെതായ അഭിനയ പാഠവും കൊണ്ട് അത് മറ്റൊന്നാക്കി മാറ്റിയ ഒരു നടനാണ് സലീം കുമാർ. ഞാൻ ഏറ്റവും പ്രധാനമായും പറയുന്ന ചില കാര്യങ്ങളുണ്ട് എസ് കെ. അതായത് ഒരു നടൻ്റെ യഥാർത്ഥ കഴിവെന്ന് പറയുന്നത് ഒരു നമുക്ക് നേരത്തെ പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള അഭിനയം കാഴ്ചവെക്കലല്ല, ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചെറിയ ഭാവപ്രകടനങ്ങൾ കൊണ്ട് വലിയ ആഴത്തിലുള്ള മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിന്നാണ് പ്രജിൻ സി കണ്ണൻ നമുക്കൊപ്പം ചേർന്നത്. അവിടെ പൊതുദർശനം ഉണ്ടാകും. ഉച്ചതിരിഞ്ഞ് 3 മണി കഴിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കുക. ഞാൻ ശ്രദ്ധിച്ച ഏറ്റവും വലിയൊരു പ്രത്യേകത, മലയാള സിനിമയിൽ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അവർക്ക് നല്ല പ്രശസ്തി കിട്ടിക്കഴിയുമ്പോൾ അവരുടെ പ്രതിഫലം കൂട്ടാത്ത ആളുകൾ. അങ്ങനെയുള്ള അബദ്ധമൊന്നും മിക്കവാറും ആൾക്കാർ ചെയ്യില്ല. കാര്യം വളരെ പോപ്പുലറായി ആളുകൾ അറിയുന്നൊരു സെലിബ്രിറ്റിയായി എന്ന് കഴിഞ്ഞാൽ അവരുടെ ഈ പ്രതിഫലത്തിൻ്റെ ഗ്രാഫും ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ പ്രശസ്തിക്ക് ചേരാത്ത രീതിയിൽ ഉയരും എന്നുള്ളത് മലയാള സിനിമയിലെ നല്ല ലോക സിനിമയിൽ തന്നെ ഒരു കാഴ്ചയാണ്.
എന്നാൽ ജഗദീഷ് ശ്രീകുമാർ അതിനൊരു വ്യത്യസ്തനായിരുന്നു. എത്ര വലിയ പ്രശസ്തിയുടെ ഉയരങ്ങളിൽ നിന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രതിഫലം അങ്ങനെ കുയട്ടാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അതേപോലെ ഒരു നടനെ ഞാൻ പിന്നീട് കണ്ടത് സലീം കുമാറിലാണ്. ഞാൻ ഈ പ്രതിഫലം കുറച്ച് ജനപ്രിയനാകുന്നു എന്നുള്ളതല്ല, അതൊരു വലിയൊരു ക്വാളിറ്റി ആയിട്ട് പറയുകയല്ല. എന്നാലും ഈ എതിരെ നിൽക്കുന്ന മനുഷ്യർക്കും ചില പരിമിതികളും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു കർഷക മനസ്സ് എപ്പോഴും സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു സലീം കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.